പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുവാൻ നീ നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കൃപകളാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നയിച്ചതെന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. വിശുദ്ധ മാർത്തായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ശുശ്രൂഷയിൽ തൽപരയായിരുന്നവർ, അതിഥിസൽക്കാരത്തിൽ ശ്രദ്ധ വച്ചിരുന്നവൾ, തൻ്റെ കാര്യത്തേക്കാൾ ഉപരിയായി സഹോദരങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ശുശ്രൂഷയിലും താല്പര്യം പ്രകടിപ്പിച്ച മാർത്ത പല കാര്യത്തിലും ആകുലയായിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാർത്ത, നീ അനേകം കാര്യങ്ങളിൽ ആകുലതയായിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റം അതിനുശേഷമായിരിക്കണം. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അതും മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്, തൻ്റെ പാർശ്വത്തു വന്ന വചനം ശ്രവിക്കുവാൻ. അതുകൊണ്ടായിരിക്കണം തൻ്റെ സഹോദരൻ മരിച്ചതിന് ശേഷം അവൾ പറയുന്നുണ്ട്, കർത്താവെ, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എങ്കിലും നീ ഇവിടെ വന്നതിലുള്ള സന്തോഷം അവൾ പങ്കുവയ്ക്കുമ്പോൾ നിൻ്റെ സഹോദരൻ ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, അന്ത്യനാളിൽ ജീവിക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നെനിക്കറിയാം. ഇപ്പോൾ അത് സാധ്യമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് ക്രിസ്തുവാണെന്നും സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൾ ഏറ്റുപറയുന്നു. ഈ ഏറ്റുപറച്ചിലാണ് അവളെ വിശുദ്ധിയുടെ പദവിയിലേക്ക് നയിച്ചത്. നല്ലീശോയെ, ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ വിശുദ്ധയെപ്പോലെ സേവന തൽപരതയും പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുന്നവരും കടന്നു വരുന്നവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു മനോഭാവം ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നവരെ സ്നേഹത്തോട് സ്വീകരിക്കുവാൻ കൃപ നൽകണം. ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യൂതന്മാരുടെ രാജാവായ നസറേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിലുള്ള പകരം ഞങ്ങളെ കാത്തുകൊള്ളണമേ. രാത്രിയിൽ സുഖമായി നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.